ഒരു കഷായം കൂടെ രണ്ടാമത്തെ ഒറ്റമൂലിയിൽ പറയാം. കഷായം തയ്യാറാക്കാനായിട്ട് 3 മരുന്നുകൾ വേണം. 1 വേങ്ങാക്കാതല്, 2 കരിങ്ങാലിക്കാതല്, 3 അടയ്ക്ക. ഇത് 3 തുല്യ അളവിലെടുത്തിട്ട് കഷായം വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 60 ഗ്രാം ഒരു ദിവസത്തേക്ക് വേണം. അതൊരു 1.25 ലിറ്റർ വെള്ളത്തിൽ കഷായം വെക്കുന്നു, 4-1 വറ്റിക്കുന്നു, ചെറുതീകരിച്ച് വറ്റിക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് വീണ്ടും അത് കുറുക്കി വറ്റിച്ച് പകുതിയാക്കണം. എന്നിട്ട് അതിന്റെ പകുതി വീതം 2 നേരം കഴിക്കുന്നു, രാവിലെയും വൈകിട്ടും. അപ്പൊ അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന കഷായത്തിലേക്ക് നമ്മൾ മുൻപ് പറഞ്ഞ ഗുളികയും കൂടെ ചേർത്ത് ചാലിച്ച്, മേമ്പടി പോലെ ചേർത്ത് ചാലിച്ച് രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കഫജമായിട്ടുള്ള കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന മുൻപ് പറഞ്ഞ രീതിയിലുള്ള 10 തരം പ്രമേഹങ്ങൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ആശ്വാസം കണ്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ഇവിടെ ഒരു ശങ്ക, ഒരു സംശയം പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന യോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ദേഹപ്രകൃതിയും ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, രോഗ തീവ്രതകൾ, മറ്റു രോഗാവസ്ഥകൾ, നിങ്ങൾ മറ്റു രോഗങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികൾ, ഗുളികകൾ, ഇതിനൊക്കെ അനുസരിച്ച് മരുന്നുകളും ചികിത്സകളും ഭക്ഷണ രീതികളും